വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നീതി ആയോഗിനെ കുറിച്ചിട്ടാണ്. നീതി ആയോഗ് എന്താണ് നീതി ആയോഗ്? നമ്മൾ നേരത്തെയൊക്കെ നമുക്കൊന്നുണ്ടായിരുന്നത് പഞ്ചവത്സര പദ്ധതിയൊക്കെ ചെയ്ത ആസൂത്രണ കമ്മീഷനായിരുന്നു അല്ലേ? ആസൂത്രണ കമ്മീഷന് ശേഷം വന്നതാണ് എന്ത്? നീതി ആയോഗ്. എന്താണ് നീതി ആയോഗിൻ്റെ ഫുൾ ഫോം എന്നറിയാമോ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നീതി ആയോഗിൻ്റെ ഫുൾ ഫോം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നീതി ആയോഗിനെ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ, ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ, ഇന്ത്യയുടെ തിങ്ക് ടാങ്ക്, ഇന്ത്യയുടെ തിങ്ക് ടാങ്ക്, ഇങ്ങനെ രണ്ട് പേരുകൾ നീതി ആയോഗിനെ അറിയപ്പെടുന്നു. നീതി ആയോഗിൻ്റെ ഫുൾ ഫോം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നീതി ആയോഗ് അറിയപ്പെടുന്നത് പോളിസി കമ്മീഷൻ. ആരുടെ? ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ, ഇന്ത്യയുടെ തിങ്ക് ടാങ്ക്. ആസൂത്രണ കമ്മീഷന് പകരമായിട്ടാണ് ഈ സംവിധാനം വന്നതെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? എന്നാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? 2015 ജാനുവരി 1 നിലവിൽ വന്നത്. ഇത് ഒരു ഉപദേശക സമിതിയാണ്. എന്നാണ് നിലവിൽ വന്നത്? 2015 ജാനുവരി 1 ഇതിന് ആദ്യ സമ്മേളനം നടന്നത് എന്തെന്ന് വെച്ചാൽ 2015 ഫെബ്രുവരി 8 നിലവിൽ വന്നത് 2015 ജാനുവരി 1 നിലവിൽ വന്നെങ്കിലും ആദ്യ സമ്മേളനം 2015 ഫെബ്രുവരി 8 വന്നത്. നീതി ആയോഗിൻ്റെ ചെയർമാൻ ആരാന്ന് വെച്ചാൽ പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിൻ്റെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ അരവിന്ദ് പനഗരിയാണ് ആദ്യത്തെ ഉപാധ്യക്ഷനാണ് കേട്ടോ, ഉപാധ്യക്ഷൻ. അപ്പോൾ നീതി ആയോഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നീതി ആയോഗിൻ്റെ ഫുൾ ഫോം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഇതിനറിയപ്പെടുന്ന പേര് എന്തൊക്കെയാണ്? പോളിസി കമ്മീഷൻ, ഇന്ത്യൻ തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്നു. എന്നാണ് നിലവിൽ വന്നത്? 2015 ജാനുവരി 1 എന്നാണ് ആദ്യത്തെ സമ്മേളനം? 2015 ഫെബ്രുവരി 8. ഇതൊരു ഉപദേശക സമിതിയാണ്. ഇതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? പ്രധാനമന്ത്രിയാണ്. ആദ്യത്തെ അധ്യക്ഷനാണ് ആര്? അരവിന്ദ് പനഗിരിയ. ആദ്യത്തെ അധ്യക്ഷൻ അരവിന്ദ് പനഗിരിയ. ആദ്യത്തെ സിഇഒ എന്നത് സിന്ധുശ്രീ ഖുള്ളറാണ്. സിന്ധുശ്രീ ഖുള്ളർ. നിലവിൽ ആരാണ്? നിലവിൽ BVR സുബ്രഹ്മണ്യൻ. താങ്ക് യു.